എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നിറം വയ്ക്കാനും ബ്ലഡ് വയ്ക്കാനും ഒക്കെ ആയിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയുടെ അളവ് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അടുത്ത് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിന് കൂടെ കുറച്ച് കറിവേപ്പില വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതുപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള റാഗിപ്പൊടിയാണ്. ആദ്യം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി പോരായ്ക തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1/4 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ തേങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി കല്ല് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മിക്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ അടയൊക്കെ ചുട്ടെടുക്കുകയല്ലേ, ആ ഒരു രീതിയിൽ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് തീയ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ചൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയുടെ ഒരു വശമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അട നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചൂടോടുകൂടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തണുത്ത അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണേൽ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.